ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ കൊണ്ട് ലഹരി അവസാനിക്കില്ലെങ്കിലും ലഹരിക്കെതിരെ സമൂഹത്തിൽ അവബോധമുണ്ടാക്കാൻ ഈ പ്രതിജ്ഞ കൊണ്ട് കഴിയുമെന്നും കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഷീജ ശശി. ലഹരിക്കെതിരായുള്ള ഈ പ്രതിജ്ഞ ലഹരി വിരുദ്ധ ദിനത്തിൽ മാത്രമായി ഒതുങ്ങരുതെന്നും ജീവിതത്തിലുടനീളം അത് പാലിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ ഒരു പ്രതിജ്ഞ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാമുള്ള അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം, ഈ പ്രതിജ്ഞ കൊണ്ട് ലഹരി അവസാനിക്കുമോ എന്ന് ചോദിക്കുന്നിടത്ത് നമുക്ക് പറയാനുള്ളത്, ഈ പ്രതിജ്ഞ കൊണ്ട് ലഹരി അവസാനിക്കുമെന്നുള്ള ഉദ്ദേശത്തിലല്ല, എന്നാലും ഒരു പരിധിവരെ എല്ലാവരിലേക്കും അവബോധം സൃഷ്ടിക്കുക. ഇന്ന് 20 ലക്ഷം ആളുകൾ നമ്മുടെ എന്തിനാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ഭരണകൂടവും എല്ലാം ചേർന്ന് ഇങ്ങനെയൊരു പ്രതിജ്ഞ എടുക്കുന്നത് എന്നുള്ള ചിന്തിപ്പിക്കൽ കൂടിയാണ് നമ്മൾ ഈ പ്രതിജ്ഞയിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും മനസ്സിൽ നമുക്കിതെന്നും ഉണ്ടാവേണ്ടതാണ്. ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു പ്രതിജ്ഞയുടെ ഭാഗം നമുക്കറിയാം, നമ്മൾ ജീവിതമാണ് ലഹരി, ആ ജീവിതമാണ് ലഹരി എന്നുള്ള ആ അർത്ഥം അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിക്കേണ്ടതാണ്. ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പല രീതിയിലുള്ള വഴിവിടക്കുകൾ നമുക്കുണ്ടാവുന്നു എന്നുള്ളത് മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ജീവിതമാണ് ലഹരി എന്നുള്ള ആ ക്യാമ്പയിൻ പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആവണം നമ്മൾ ഇവിടെ നിന്ന് പുറത്തു പോവേണ്ടത്. തീർച്ചയായിട്ടും